പെരിയാറിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കൈമാറി. വിഷയത്തിൽ സബ് കളക്ടറും കുഫോസും കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. വിവാദങ്ങൾക്കിടെ ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയർ സതീഷ് ജോയിയെ സ്ഥലം മാറ്റി. മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അർജുൻ മട്ടന്നൂർ. അർജുൻ, ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല, ഇപ്പോൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് മത്സ്യകർഷകർ ചോദിക്കുന്നുണ്ടല്ലോ. നികേഷ് കുമാർ, അത്തരം ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും പൂർണ്ണമായ ഒരു പരിശോധനാ ഫലമല്ല വന്നത്. സെൻട്രൽ ലാബിൽ നിന്ന് നടത്തിയ PCB നടത്തിയ ഒരു പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലാണ് ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തത് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു റിപ്പോർട്ടാണ് സബ് കളക്ടർക്ക് അവിടെ നിന്ന് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതേസമയം കുഫോസിന്റെ പരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു. മത്സ്യങ്ങളുടെ സാമ്പിളുകളടക്കം കുഫോസിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഫലം വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിൽ PCB സബ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അന്ന് നേരത്തെ ചില കമ്പനികളിൽ നിന്ന് ഇത്തരത്തിൽ രാസമാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്നൊരു സംശയം PCB പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാര്യത്തിലും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് PCB പറയുന്നത്. അതേസമയം ഇന്ന് സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. കുഫോസിന്റെ റിപ്പോർട്ടും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കുഫോസിന്റെ പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല. ഈ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കുമോ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതും വ്യക്തമല്ല. അതേസമയം ഒരു കർഷകന്റെ പരാതിയിൽ ഏലൂർ പോലീസ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 7.5 ലക്ഷം രൂപ വില വരുന്ന മത്സ്യങ്ങൾ ചാവാൻ കാരണം ഈ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങളാണ് എന്ന പേരിൽ പരാതി ഒരു കടമക്കുടി സ്വദേശിയായ ഒരു കർഷകൻ നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ ഏലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് PCBയുടെ നിലവിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറായ സതീഷ് ജോയിയെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. പകരം മുതിർന്ന സീനിയർ എൻവയോൺമെന്റ് എഞ്ചിനീയറെയാണ് ഇപ്പോൾ അവിടെ നിയമിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ വ്യവസായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് എന്നാണ് അവരുടെ വിശദീകരണം. നികേഷ് കുമാർ. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.